ഹായ് സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കമ്പ്യൂട്ടർ ഭാഷ അഥവാ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന പാഠഭാഗത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. വ്യത്യസ്ത നിറങ്ങളും വശങ്ങളും ഉള്ളതുമായ ഒരു ചതുരം വരയ്ക്കണം. 200 യൂണിറ്റ് നീളമുള്ളതുമായ ഒരു ചതുരം. പൈത്തൺ പ്രോഗ്രാമിലൂടെയാണ് ഇത് നമ്മൾ തയ്യാറാക്കേണ്ടത്. പ്രോഗ്രാം നമുക്കിവിടെ തന്നിട്ടുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് അല്ല. ഈ പ്രോഗ്രാമിനെ പൂർണ്ണമാക്കി അത് റൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ചതുരമാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് 200 യൂണിറ്റ് നീളമുള്ളതും വ്യത്യസ്ത കളറുകൾ 4 കളറുകളോട് കൂടിയ ഒരു ചതുരവുമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഐഡിയൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. ആക്ടിവിറ്റീസിൽ ക്ലിക്ക് ചെയ്ത് ID എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയൽ എന്ന സോഫ്റ്റ്വെയർ ഇവിടെ കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് തുറക്കുക. പൈത്തൺ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ടൈപ്പ് ചെയ്യാൻ പ്രോഗ്രാം തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഐഡിയൽ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് പേജിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇതേ പേജിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ പേജിൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ പേജിൽ പ്രോഗ്രാം ചെയ്യരുത്. ഫയൽ മെനുവിലെ ന്യൂ ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പേജിനെ ഒന്ന് റീസൈസ് ചെയ്ത് നമ്മൾ ഈ പേജിലാണ് പ്രോഗ്രാം തയ്യാറാക്കേണ്ടത്. പ്രോഗ്രാം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കണം. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് സമയം കളയുന്നില്ല. ഞാനിവിടെ പ്രോഗ്രാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യനും ഒന്ന് ശ്രദ്ധിക്കുക. പ്രോഗ്രാമിൽ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്നാണ് ആദ്യം ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ടർട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ ചിത്രം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൗസ് പോയിന്ററാണ്. അതിനെയാണ് നമ്മൾ ടർട്ടിൽ എന്ന് പറയുന്നത്. ടർട്ടിലിനെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലൈനിൽ കളേഴ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റിനുള്ളിൽ 4 കളേഴ്സ് ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ കോമയിട്ട് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളേഴ്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വില ഈ 4 കളറുകളാണ്. അടുത്ത ലൈനിൽ ഫോർ സി ഇൻ കളേഴ്സ് എന്ന് നൽകിയിരിക്കുന്നു. സി എന്ന് പറയുന്ന വേരിയബിളിന്റെ വില എന്ന് പറയുന്നത് കളേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, കളേഴ്സിന്റെ വില എന്ന് പറയുന്നത് 4 വ്യത്യസ്ത കളറുകളാണ്. അങ്ങനെയെങ്കിൽ സിയുടെ വില കളേഴ്സ് എന്ന് പറയുമ്പോൾ സിയുടെ വിലയും 4 വ്യത്യസ്ത കളറുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത വരിയിലേക്ക് വന്നാൽ നമ്മളോട് ഫില്ല് ചെയ്യാനായി ആവശ്യപ്പെട്ടതാണ് പ്രോഗ്രാമിൽ. നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ലൈനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചിത്രം വരയ്ക്കുന്ന ടർട്ടിലിന്റെ കളർ ഏതാണ് എന്ന് നൽകുകയാണ്. നമ്മളിവിടെ കളർ ബ്രാക്കറ്റിനുള്ളിലായിട്ട് റെഡ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ റെഡ് കളറിലായിരിക്കും നമ്മളുടെ ചതുരം വരയ്ക്കുന്നത്. എന്നാൽ അതിനു പകരം കളർ എന്നതിന് ശേഷം ബ്രാക്കറ്റിൽ സി എന്ന് നൽകി കഴിഞ്ഞാൽ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 വ്യത്യസ്ത കളറുകളാണ്. അപ്പൊ കളേഴ്സ് എന്ന് പറയുന്നത് 4 വ്യത്യസ്ത കളറുകളായിരിക്കും അതിന്റെ വാല്യൂ. അടുത്ത ലൈനിൽ ഫോർവേഡ് 200 എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വശങ്ങളുടെ നീളം 200 യൂണിറ്റ് ആണ് എന്ന്. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന ചതുരത്തിന്റെ നീളമാണ് ഇവിടെ. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടർട്ടിലിനോട് മുന്നോട്ട് സഞ്ചരിക്കുക എന്നാണ് പ്രോഗ്രാമിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ടർട്ടിൽ എന്ത് ചെയ്യും? 200 യൂണിറ്റ് നീളത്തിൽ മുന്നോട്ട് സഞ്ചരിക്കും. അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ RT90 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. RT90 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് 90 ഡിഗ്രി തിരിയുക എന്നാണ്. അപ്പൊ ടർട്ടിൽ എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലേക്ക് 90 ഡിഗ്രി തിരിയും. ഈ പ്രോഗ്രാം 4 തവണ റിപ്പീറ്റ് ചെയ്യും. കാരണം ഫോർ ലൂപ്പ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ ലൂപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 കളേഴ്സ് ആണ്. അപ്പൊ അത് 4 തവണ റിപ്പീറ്റ് ചെയ്യും. ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് സേവ് ചെയ്യണം. ഫയൽ മെനുവിലെ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതിയ ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ആസ് എന്ന് കൊടുക്കണം. സേവ് ആസ് കൊടുത്തിട്ട് ഇതിന്റെ ഹോം ഫോൾഡറിലേക്ക് നമ്മൾ വരണം. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് സേവ് മെനുവിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്ക്രോൾ ബാറിനെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കി കൊടുക്കുക.
എക്സാം 10 പ്രൊഡക്റ്റ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്ത് അണ്ടർസ്കോർ ക്വസ്റ്റ്യന്റെ പേരും കൊടുത്ത് സേവ് ചെയ്യണം. ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ box.py എന്ന പേരിൽ എക്സാം ഡോക്യുമെന്റ്സിൽ സേവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എക്സാം 10 ഡോക്യുമെന്റ്സ് പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തു. പ്രൊഡക്റ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ ആ രജിസ്റ്റർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. ഒരു 6 അക്ക നമ്പേഴ്സ് ആയിരിക്കും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ. ഷിഫ്റ്റ് മൈനസിന് ശേഷം ഫയൽ നെയിം എന്താണോ നിങ്ങളോട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ ഫയൽ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. ബോക്സ് എന്നാണ് ഫയൽ നെയിം വന്നിരിക്കുന്നത്. ബോക്സ് എന്ന് ടൈപ്പ് ചെയ്തു. എക്സ്റ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. സേവ് എന്ന് മാത്രം ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിന്റെ ആൻസർ കാണണമെങ്കിൽ റൺ മെനുവിലെ റൺ മൊഡ്യൂൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കൂ. ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ആണ്. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്ന് കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു ആരോ മാർക്കിനെയാണ് നമ്മൾ ടർട്ടിൽ എന്ന് പറയുന്നത്. അത് 200 യൂണിറ്റ് നീളത്തിൽ മുന്നോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് 90 ഡിഗ്രി തിരിഞ്ഞു. വീണ്ടും ഫോർവേഡ് 200 യൂണിറ്റ് സഞ്ചരിച്ചു. അവിടെ നിന്ന് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് 90 ഡിഗ്രി തിരിഞ്ഞു. 200 സഞ്ചരിച്ചു. റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. വീണ്ടും 200 സഞ്ചരിച്ചു. ഇപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആയി കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കറക്റ്റായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പ്രോഗ്രാമിനെ നമ്മൾ മാറ്റം വരുത്തിയപ്പോൾ ഈ രീതിയിലേക്കാണ് മാറ്റിയത്. ഈ 3 ലൈൻസ് നമ്മളിവിടെ കൂട്ടിച്ചേർത്തു. ഓക്കെ, രണ്ടാമത്തെ പ്രോഗ്രാം. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമും നമ്മൾ ആദ്യം ഐഡിയൽ ഓപ്പൺ ചെയ്യണം, ന്യൂ ഷീറ്റ് എടുക്കണം, അതിനുശേഷം പ്രോഗ്രാം ടൈപ്പ് ചെയ്യണം. സമയം കളയുന്നില്ല. ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രോഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പ്രോഗ്രാമിനെ ഐഡിയൽ സോഫ്റ്റ്വെയറിൽ ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നതിനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം ചുവടെ നൽകിയിരിക്കുന്നു. പ്രോഗ്രാം പരിഷ്കരിച്ച് 1നും 200നും ഇടയിലുള്ള 5ന്റെ ഗുണിതങ്ങൾ മാത്രം പ്രിന്റ് ചെയ്യുന്ന വിധത്തിലേക്ക് മാറ്റി എഴുതുക എന്നാണ് പ്രോഗ്രാമിൽ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് ഒന്ന് നോക്കാം. കൗണ്ട് ഈക്വൽ ടു 1 എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിന്റെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇതൊരു വൈൽ ലൂപ്പാണ്. ഈ പ്രോഗ്രാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വൈൽ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്നാണ് രണ്ടാമത്തെ ലൈനിൽ കൊടുത്തിരിക്കുന്നത്. അതായത് കൗണ്ടിന്റെ വില 100ൽ കൂടാൻ പാടില്ല. 100ഓ അതിൽ താഴെയോ ആയിരിക്കണം. ഇവിടെ ഒരു ഫുൾ കോളൻ നിർബന്ധമാണ്. വൈൽ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ഫുൾ കോളൻ കൊടുക്കണം. ഫുൾ കോളൻ കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കഴ്സർ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ലെവലിലേ വരുള്ളൂ. നിങ്ങളത് ബാക്ക് സ്പേസ് ഒന്നും അടിക്കാൻ പാടില്ല. കൃത്യമായി അതേ പൊസിഷനിൽ തന്നെ അടുത്ത ലൈൻ ടൈപ്പ് ചെയ്യണം. പ്രിന്റ് കൗണ്ട് എന്ന് കൊടുക്കുമ്പോൾ കൗണ്ട് എന്ന വേരിയബിളിൽ എന്താണോ വാല്യൂ ഉണ്ടായിരുന്നത് ആ വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് ലൈനിൽ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് കൊടുക്കുമ്പോൾ കൗണ്ടിന്റെ ആദ്യത്തെ വാല്യൂവിനോട് കൂടി 1 കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഇത് ലൂപ്പ് കണ്ടീഷൻ നേരെ മുകളിലേക്ക് വരും. കൗണ്ടിന്റെ വാല്യൂ 1 എന്നുള്ളത് 2 ആയിട്ട് മാറും. അടുത്ത ലൈനിലേക്ക് വരും. 100ൽ കൂടിയിട്ടുണ്ടോ നോക്കും. അത് പ്രിന്റ് 2 എന്ന് പ്രിന്റ് ചെയ്യും. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഓരോന്ന് ആഡ് ചെയ്യും. ഇങ്ങനെ ഇത് 100 വരെ ആകുമ്പോൾ ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യും. ഇതാണ് നമുക്ക് തന്ന പ്രോഗ്രാം. ഇതൊന്ന് റൺ ചെയ്യാൻ വേണ്ടി ആദ്യം ഫയൽ മെനുവിലെ സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടി ഹോം ഫോൾഡറിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ എക്സാം 10 പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണുന്നത്. റൈറ്റ് സൈഡിലേക്ക് കഴ്സറിനെ മൂവ് ചെയ്യിപ്പിക്കുക. സ്ക്രോൾ ബാർ നീക്കി കഴിയുമ്പോൾ എക്സാം 10 പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡ് ഫയൽ സേവ് ആസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എക്സാം 10 പ്രൊഡക്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം എക്സാം 10 പ്രൊഡക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം അണ്ടർസ്കോർ ക്വസ്റ്റ്യന്റെ പേരും കൂടി ടൈപ്പ് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം റൺ മെനുവിലെ റൺ മൊഡ്യൂൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ്. നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 1നും 200നും ഇടയിലുള്ള 5ന്റെ ഗുണിതങ്ങൾ മാത്രം പ്രിന്റ് ചെയ്യാനാണ്. പ്രോഗ്രാമിൽ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്നുണ്ടോ?
കൗണ്ട് 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം 5ന്റെ ഗുണിതങ്ങളാകുമ്പോൾ എത്രയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും? അത് 5ൽ തുടങ്ങേണ്ടി വരും. ഇനി അവസാനിക്കേണ്ട നമ്പർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 200-നിടയിൽ എന്നാണ്. അപ്പോൾ ഈ 100ന് പകരം നിങ്ങളവിടെ 200 ആക്കി മാറ്റി കൊടുക്കണം. കൗണ്ട് +1 എന്നത് ഓരോ സംഖ്യ കൂട്ടുന്നതിന് പകരം 5 സംഖ്യകൾ വീതം കൂട്ടി കൊടുക്കുക. ഇനി നമ്മൾ ഈ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്താൽ മതി, സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ആൻസർ ഇവിടെ റെഡിയായി. 5 മുതൽ 200 വരെയുള്ള 5ന്റെ ഗുണിതങ്ങൾ പ്രിന്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം തയ്യാറായി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോഗ്രാം, ഒരു വ്യക്തിയുടെ ശരീര താപനില നൽകിയാൽ അത് 37°C കൂടുതലാണെങ്കിൽ ഫീവർ അലേർട്ട് എന്നും അല്ലെങ്കിൽ നോർമൽ എന്നും ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു പൈത്തൺ പ്രോഗ്രാമിന്റെ ചില ഭാഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. വിട്ടുപോയ ഭാഗങ്ങളാണ് നമ്മളോട് പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതേ പ്രോഗ്രാം നമ്മൾ ഐഡിയൽ ഓപ്പൺ ചെയ്യണം, ന്യൂ ഷീറ്റ് എടുക്കണം, പ്രോഗ്രാം ടൈപ്പ് ചെയ്യണം. തയ്യാറാക്കിയ പ്രോഗ്രാം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. പ്രോഗ്രാമിൽ എന്താണ് മാറ്റം വരുത്തി ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രോഗ്രാമിൽ നമ്മൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നോക്കൂ, ടെമ്പറേച്ചർ ഇൻപുട്ട് എൻ്റർ ബോഡി ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ ബോഡി ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് എന്ന് റൺ ചെയ്യുന്ന സമയത്ത് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത്. അതായത് ടെമ്പറേച്ചറിൽ ഈ ഒരു വേരിയബിള് അതിൽ ഇൻസേർട്ട് ആയിട്ടുണ്ടായിരിക്കും. ആ വേരിയബിൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നൽകുന്ന സംഖ്യ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37-ൽ കൂടുതലാണ് എങ്കിൽ എന്നാണ് രണ്ടാമത്തെ ലൈനിന്റെ അർത്ഥം. അതായത് നമ്മൾ ടെമ്പറേച്ചർ എത്രയാണോ എൻ്റർ ചെയ്ത് നൽകുന്നത് ആ ടെമ്പറേച്ചർ 37-ൽ കൂടുതലാണെങ്കിൽ ഇഫ് കണ്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ലൈൻ ബ്ലാങ്ക് ആണ്, നിങ്ങൾ പ്രിന്റ് ചെയ്യേണ്ട സംഭവമാണ്. ഇവിടെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ 37 അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. അടുത്ത ലൈൻ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്, പ്രിന്റ് ഫീവർ അലേർട്ട്. 37 കൂടുതലാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? ഫീവർ അലേർട്ട് എന്ന് പ്രിന്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഫുൾ കോളൻ കൊടുത്തത് കൊണ്ട് എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ കഴ്സർ ഈ ലെവലിലേ വരാൻ പാടുള്ളൂ. അവിടെയാണ് നമ്മൾ അടുത്ത ലൈൻ ടൈപ്പ് ചെയ്യേണ്ടത്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കഴ്സർ ഇവിടെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ എൽസ് എന്നത് അവിടെ പ്രിന്റ് ചെയ്യാൻ പാടില്ല. ഒരു തവണ ബാക്ക് സ്പേസ് അടിച്ചതിന് ശേഷം ഇവിടെയാണ് അടുത്ത ലൈൻ ടൈപ്പ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ എൽസ് എന്ന കണ്ടീഷനാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആണ്, നമ്മൾ പ്രോഗ്രാമിൽ അത് കൂട്ടിച്ചേർക്കണം. എൽസ് 37-ൽ കൂടുതലാണെങ്കിൽ ഫീവർ അലേർട്ടും അല്ലെങ്കിൽ പ്രിന്റ് നോർമൽ എന്നും പ്രിന്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നമ്മൾ പ്രോഗ്രാം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് റൺ ചെയ്യാനായിട്ട് ആദ്യം ഒന്ന് സേവ് ചെയ്യണം. ഇനി വീണ്ടും പറയുന്നില്ല. സേവ് ചെയ്തതിന് ശേഷം റൺ മെനുവിലെ റൺ മൊഡ്യൂൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എൻ്റർ ബോഡി ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 32 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് നോർമലാണ്. പ്രോഗ്രാമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് 37-ൽ കുറവാണെങ്കിൽ നോർമൽ. ഒരു തവണ കൂടി റൺ ചെയ്ത് നോക്കാം. റൺ മെനുവിലെ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്തു. ടെമ്പറേച്ചർ നമ്മളൊരു 40 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫീവർ അലേർട്ടാണ്. ഈ രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം തയ്യാറാക്കേണ്ടത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിനെ നമ്മൾ മാറ്റി എഴുതേണ്ടത്. അടുത്ത പ്രോഗ്രാമിലേക്ക് പോയാലോ. നെക്സ്റ്റ് പ്രോഗ്രാം ഇതാണ്. നോക്കൂ, ചതുരാകൃതിയുള്ള ഒരു കളിസ്ഥലത്തിന് 300 യൂണിറ്റ് നീളവും 200 യൂണിറ്റ് വീതിയും ഉണ്ട്. ഇതിന്റെ രൂപരേഖ പൈത്തൺ ഉപയോഗിച്ച് വരയ്ക്കുന്നതിനുള്ള പ്രോഗ്രാമിന്റെ കുറച്ചു ഭാഗങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് പ്രോഗ്രാം തയ്യാറാക്കുക. ഇതും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ചെയ്തു വെച്ച പ്രോഗ്രാം ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് നോക്കുക. ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യണം. നമ്മുടെ പ്രോഗ്രാമിൽ കൂട്ടിച്ചേർക്കേണ്ടത് ഇത്ര മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന്. ടർട്ടിലിനെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ്. അടുത്ത ലൈനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 300 ആണ്. അതായത് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചതുരത്തിന്റെ ലെങ്ത് 300ഉം വിഡ്ത്ത് 200ഉം. ഇനി അടുത്ത ലൈനിൽ ഫോർ ഐ ഇൻ റേഞ്ച് 2 എന്ന് കൊടുത്തു. ഫോർ ഐ ഇൻ റേഞ്ച് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐ എന്ന വേരിയബിളിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന് താഴെയുള്ള പ്രോഗ്രാംസ് എല്ലാം 2 തവണ റിപ്പീറ്റ് ചെയ്യും. അതാണ് ഈ ഫോർ ലൂപ്പിന്റെ പ്രത്യേകത. അതായത് ഐ എന്ന വേരിയബിളിന് 2 വാല്യൂ ഉണ്ട്. അത് താഴെയുള്ള ലൈൻസ് 2 തവണ ആവർത്തിച്ചു.
അപ്പൊ അടുത്ത ലൈനിൽ നമ്മൾ എന്ത് കൂട്ടിച്ചേർത്തു? ഫോർവേഡ് ലെങ്ത് എന്ന് കൊടുത്തു. അതായത് മുന്നോട്ട് സഞ്ചരിക്കേണ്ട നീളത്തിന് പകരം നമ്മൾ ലെങ്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ലെങ്ത് ഇവിടെ 300 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്നത് ലെങ്ത് 300-ലായിരിക്കും. RT90 എന്ന് കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് 90 ഡിഗ്രി തിരിയും. വീണ്ടും ഫോർവേഡ് വിഡ്ത്ത് എന്ന് കൊടുക്കുമ്പോൾ വിഡ്ത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത് 200 യൂണിറ്റ് നീളത്തിലായിരിക്കും. വീണ്ടും RT90 എന്ന് പറയുമ്പോൾ അത് 90 ഡിഗ്രി തിരിയും. ഇത് 2 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്ക്വയർ വരും. ഇനി ഇത് സേവ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുന്നില്ല. റൺ മെനുവിലെ റൺ മൊഡ്യൂൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ആൻസർ വരുന്നത്. അതായത് ടർട്ടിൽ ആദ്യം 300 യൂണിറ്റ്സ് മുന്നോട്ട് സഞ്ചരിക്കും, 90 ഡിഗ്രി തിരിയും. പിന്നെ 200 യൂണിറ്റ്സ് താഴേക്ക് സഞ്ചരിക്കും, 90 ഡിഗ്രി തിരിയും. ഇത് ഇങ്ങനെ 2 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ ആൻസർ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോഗ്രാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോളൂ. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ആകെ തുക കണ്ടുപിടിക്കുന്നതിനുള്ള പൈത്തൺ പ്രോഗ്രാം എക്സാം ഡോക്യുമെന്റ്സിലെ പൈത്തൺ എന്ന ഫോൾഡറിൽ ഫൈൻഡ് സം.py എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഇതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി 27 മുതൽ 37 വരെയുള്ള സംഖ്യകളുടെ ആകെ തുക കണ്ടുപിടിക്കുന്ന രീതിയിൽ പ്രോഗ്രാം പരിഷ്കരിക്കുക. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ ഫോൾഡറിൽ നിന്നും ആ ഫയലിനെ ഐഡിയൽ സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്യണം. അതിനായി നമ്മൾ ഫയൽ ആദ്യം ഓപ്പൺ ചെയ്യണം. ഫയലിൽ നിന്ന് ഹോമിലെ എക്സാം 10 ഡോക്യുമെന്റ്സിൽ നിന്നും നമ്മളോട് പൈത്തൺ എന്ന ഫോൾഡറിലെ ഫൈൻഡ് സം എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ഐഡിൽ എന്ന രൂപത്തിൽ തന്നെ സെലക്ട് ചെയ്യണം. എങ്കിലേ നമുക്ക് പ്രോഗ്രാം ഐഡിൽ എന്ന സോഫ്റ്റ്വെയറിലേക്ക് ഓപ്പൺ ആയി വരുള്ളൂ. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് നോക്കൂ. കൗണ്ട് ഈക്വൽ ടു 1 എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. കൗണ്ട് എന്ന വേരിയബിളിന്റെ ആദ്യത്തെ വാല്യൂ 0 ആണ്. ടോട്ടൽ ഈക്വൽ ടു 0 ആണ്. അടുത്ത ലൈനിൽ വൈൽ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ടിന്റെ വാല്യൂ 10ൽ കൂടാൻ പാടില്ല. ഇനി ഇവിടെ ഒരു ഫുൾ കോളം കൊടുത്തിട്ടുണ്ട്. എന്റർ കീ പ്രസ് ചെയ്താൽ കഴ്സർ ഇവിടെ വരാൻ പാടുള്ളൂ. അടുത്ത ലൈനിൽ ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് കൗണ്ട് എന്ന് കൊടുത്തു. ടോട്ടലിന്റെ ആദ്യത്തെ വാല്യൂ എന്തായിരുന്നോ അതിന്റെ കൂടെ കൗണ്ടിന്റെ വാല്യൂ കൂടി കൂട്ടും. നെക്സ്റ്റ് ലൈനിൽ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് കൊടുത്തു. കൗണ്ടിന്റെ വാല്യൂവിന്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്യും. നെക്സ്റ്റ് പ്രിന്റ് ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ സം ഈസ് എന്ന് ഫുൾ കോളന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ കോളൻ വരെ ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്ക് ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് എന്ന ഫംഗ്ഷൻ കൊടുത്തത് കൊണ്ട് സം ഈസ് എന്ന് അതുപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കും. എന്നാൽ ടോട്ടൽ എന്നത് ഡബിൾ ഇൻവേർട്ടഡ് കോമ ഇല്ലാതെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ എന്ന വേരിയബിളിന്റെ ഉള്ളിൽ എന്താണോ ആൻസർ ആയിട്ടുള്ളത് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പ്രോഗ്രാം റൺ ചെയ്യാം. ആദ്യം നമ്മൾ ഫയലിൽ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ സേവ് ചെയ്ത ഫയൽ ആയതുകൊണ്ട് ഫയലിൽ സേവ് ആസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഹോം ഫോൾഡറിലേക്ക്, ഇവിടെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഹോം ഫോൾഡറിലേക്ക് വരും. ഇവിടെ എക്സാം 10 പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഫൈൻഡ് സം എന്ന് ഓൾറെഡി ഉണ്ട്. ഇതിന്റെ ഫസ്റ്റ് നമ്മൾ കഴ്സർ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ ആ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കൂടി കൊടുക്കുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇത് നിങ്ങളുടെ ഫയലായിട്ട് സേവ് ആയിട്ടുണ്ടായിരിക്കും. ഇനി റൺ മെനുവിലെ റൺ മൊഡ്യൂൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, ഇതിന്റെ ആൻസർ 55 ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പ്രോഗ്രാമിനെ 29 മുതൽ 37 വരെയുള്ള സംഖ്യകളുടെ ടോട്ടൽ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം ആക്കി മാറ്റണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ടിന്റെ ആദ്യത്തെ വാല്യൂ 27 എന്ന് കൊടുക്കുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നത് 20 എന്നതിന് പകരം 39 എന്നാക്കി കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സേവ് ചെയ്യേണ്ട കാര്യമില്ല. റണ്ണിൽ റൺ മൊഡ്യൂൾ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് സേവ് മസ്റ്റ് ആണെന്ന് പറയും. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് ഈ പ്രോഗ്രാംസ് റീപ്ലേസ് ചെയ്ത് നമുക്ക് ആൻസർ കാണിച്ചു. നോക്കൂ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്
ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. സം ഈസ് നമ്മൾ ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്ക് ഉള്ളിൽ കൊടുത്ത വേർഡാണ് ഇവിടെ സം ഈസ് എന്ന് കാണിക്കുന്നത്. ടോട്ടൽ എന്ന വേരിയബിളുള്ള വാല്യൂ ആണ് ഇവിടെ ടോട്ടലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രോഗ്രാമിൽ ഈ രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത്. അടുത്ത പ്രോഗ്രാം നോക്കിയാലോ. അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. അതേ രീതിയിലുള്ള മറ്റൊരു പ്രോഗ്രാമാണിത്. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പേര്, വയസ്സ് എന്നിവ ഇൻപുട്ടായി നൽകിയാൽ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചു തരുന്ന ഒരു പൈത്തൺ പ്രോഗ്രാം എക്സാം ഡോക്യുമെന്റ്സിലെ പൈത്തൺ എന്ന ഫോൾഡറിലെ ഫൈൻഡ് കാറ്റഗറി എന്ന പേരിൽ നൽകിയിരിക്കുന്നു. 12 വയസ്സിന് താഴെ പ്രായമുള്ള വയസ്സ് കൂടി ഇൻപുട്ടായി നൽകിയാൽ യുവർ ഏജ് ഈസ് കിഡ്ഡീസ് കാറ്റഗറി എന്ന് കൂടി പ്രിന്റ് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. എക്സാം 10 എന്ന ഡോക്യുമെന്റ്സിൽ നിന്നും നമ്മൾ ഏത് ഫയൽ ഓപ്പൺ ചെയ്യണം? ഫൈൻഡ് കാറ്റഗറി എന്ന പ്രോഗ്രാം ഓപ്പൺ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫയൽ ഓപ്പൺ ചെയ്യണം. ഫയലിലെ ഹോം ഫോൾഡർ എടുക്കണം. അതിൽ നിന്ന് എക്സാം ഡോക്യുമെന്റ്സ് എടുക്കുക. എക്സാം ഡോക്യുമെന്റ്സിൽ നിന്നും പൈത്തൺ എന്ന ഫോൾഡർ തുറന്ന് ഫൈൻഡ് കാറ്റഗറി എന്ന് പറയുന്ന പ്രോഗ്രാമിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ഐഡിയൽ എന്ന ക്രമത്തിൽ സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ മെനുവിലെ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യണം. അതിന് മുന്നിലായി നമ്മുടെ ഫയൽ നമ്മുടെ ഫോൾഡറിലേക്ക് മാറ്റാനായി ഫയലിൽ സേവ് ആസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഹോം ഫോൾഡർ സെലക്ട് ചെയ്യണം. ഹോമിൽ നിന്ന് എക്സാം 10 പ്രൊഡക്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫൈൻഡ് കാറ്റഗറി എന്നതിന് മുന്നിലായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അണ്ടർസ്കോർ ക്വസ്റ്റ്യന്റെ പേര് കൂടി നൽകിയതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൺ മെനുവിലെ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ യുവർ നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താണോ ആ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എൻ്റർ യുവർ ഏജ് എന്ന് ചോദിക്കും. ഏജ് എത്രയാണ്? 28. നോക്കൂ, അനു യുവർ ഏജ് ഈസ് 28, യു ആർ ഇൻ സീനിയർ കാറ്റഗറി എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് 12 വയസ്സിൽ കുറവാണെങ്കിൽ കിഡ്ഡീസ് എന്ന് പ്രദർശിപ്പിക്കാനുള്ള പ്രോഗ്രാമാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രോഗ്രാമിലേക്ക് കൂടുതലായി കൂട്ടിച്ചേർക്കേണ്ടത് 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ വയസ്സ് എൻ്റർ ചെയ്യുന്ന സമയത്ത് യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമ്മൾ പ്രോഗ്രാമിൽ മാറ്റം വരുത്തേണ്ടത് ഈ രീതിയിലാണ്. എൽസ് എന്ന് ടൈപ്പ് ചെയ്യണം. അതായത് ഇവിടെ വരെ മാത്രമായിരുന്നു നമ്മളുടെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത ലൈനിൽ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ കഴ്സർ ഇവിടെ ആയിരിക്കും വരുന്നത്. നമ്മളൊന്ന് ബാക്ക് സ്പേസ് അടിച്ച് കഴ്സറിനെ ഇനി അറ്റത്തേക്ക് നീക്കിയതിന് ശേഷം ഇവിടെയാണ് നമ്മൾ എൽസ് പ്രിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. എൽസ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു ഫുൾ കോളൻ കൊടുത്ത് എൻ്റർ അടിക്കണം. തൊട്ടടുത്ത ലൈനിൽ പ്രിന്റ് യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി എന്ന് ടൈപ്പ് ചെയ്യുക. ഇത്രയും നൽകി കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്കറിയാം ഏജ് 16 വയസ്സിൽ കൂടുതലാണെങ്കിൽ സീനിയർ, 14 കൂടുതലാണെങ്കിൽ ജൂനിയർ, 12 കൂടുതലാണെങ്കിൽ സബ് ജൂനിയർ, അല്ല എങ്കിൽ 12 കുറവുള്ളവരൊക്കെ കിഡ്ഡീസ് കാറ്റഗറി. ഈ രീതിയിലാണ് പ്രോഗ്രാം തയ്യാറാക്കേണ്ടത്. നമ്മൾ നേരത്തെ സേവ് ചെയ്തിരുന്നു. റൺ മെനുവിലെ റൺ മൊഡ്യൂൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ യുവർ നെയിം എന്ന് ചോദിക്കും. നമ്മളുടെ പേരെന്താണോ ആ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എൻ്റർ യുവർ ഏജ് എന്ന് ചോദിക്കും. ഏജ് എത്രയാണോ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 12 എന്നതിന് പകരം ഞാൻ ഒരു 11 വയസ്സ് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമ്മളോട് കാണിക്കുന്നുണ്ട് യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൽ വരുത്തേണ്ട മാറ്റം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രോഗ്രാമിൽ ചേഞ്ച് വരുത്തുന്നത് ഇത്രയും ഭാഗമാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായും നമ്മളുടെ മോഡൽ എക്സാമിന് വന്നിട്ടുള്ളതായി കണ്ടത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാമിന് തയ്യാറാവുക.